ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സൂപ്പർ വാൾ ഡെക്കോർ ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കുറേ ദിവസങ്ങളായിട്ട് പൂവ്, ഇല, കായ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം. ഇന്നൊരു അടിപൊളി വാൾ ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസിയാണ്, നമുക്കൊരു 5 പൈസ ചിലവ് പോലും ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മുടെ ചുമര് നമുക്ക് അലങ്കരിച്ച് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടൊരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പർ റോൾ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് പഴയ കലണ്ടറിൻ്റെ ആ ഒരു റോളാണ്. കലണ്ടർ എടുത്തതിന് ശേഷം അതിനെ ഒരു ഇറുക്കിൽ വെച്ചിട്ടൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും അത് മതി. കലണ്ടർ ആകുമ്പോൾ ഇത്തിരി കട്ടി, അതായത് ഇത്തിരി കനത്തിൽ സംഭവം ഇരുന്നോളും. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ കലണ്ടറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പഴയ കലണ്ടറൊക്കെ എന്തായാലും നിങ്ങൾ ഒന്നല്ലെങ്കിൽ കളയാറ് അല്ലെങ്കിൽ കത്തിച്ച് കളയാറ് ആണ് പതിവ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ റോൾ ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏക വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ പേപ്പർ റോളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഞാൻ 2 പേപ്പർ റോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 സൈഡും അതുപോലെ 4 പേപ്പർ റോള്, അതായത് 2 വീതം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എൻ്റെ ഒരു ചെറിയ മടി കാരണം ഞാൻ ഈ 2 സൈഡേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടില്ല ആ ഒരു കാർഡ്ബോർഡ്, അതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഒരു ചെറിയൊരു പരിശ്രമം, ഞാൻ ഇതുപോലത്തെ ഒരു മോൺസ്റ്റാറിൻ്റെ ലീഫ് വരച്ചെടുക്കാനുള്ള പരിശ്രമം, അതാണ് ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു ഡ്രോയിങ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഒന്ന് വരച്ചിട്ട് ഇതേപോലെ കാർഡ്ബോർഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് രണ്ടാമതും ഒരു ലീഫ് വരച്ചെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് റിവ്യൂസ്, വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് വച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല. പിന്നെ ആകെ വാങ്ങുന്നത് പെയിൻറ്റും പിന്നെ ചില അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ ചിരട്ട വെച്ചിട്ടുള്ള വീഡിയോസും അങ്ങനെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുക. അങ്ങനെ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മോൺസ്റ്റാർ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 എണ്ണവും ആ ഒരു ഫ്രെയിമിലൊന്ന് ഒട്ടിച്ച് കൊടുത്തതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. ഇനി നമുക്ക് കളർ കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് വീണ്ടും ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ഗ്ലൂ ഗണ്ണ് ഇല്ലാതെ ഇപ്പോൾ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാൻ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഫുൾ ബ്ലാക്ക്. അങ്ങനെ മൊത്തം ഇലയും ആ ഒരു ഫ്രെയിമും മൊത്തം ഞാൻ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഈ ഒരു ലീഫിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓരോ വെയിൻ ഉണ്ടല്ലോ നമ്മുടെ ലീഫിൽ, അപ്പോൾ അത് ഓരോന്നും വരച്ചു കൊടുക്കുന്നുണ്ട്.
ഞാൻ പിന്നെയും വീണ്ടും എടുത്തു പറയുകയാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇത് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിമിലും ലീഫിലും ഒക്കെ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗോൾഡ് കളർ, മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു ആൻറ്റിക് ലുക്കൊക്കെ കിട്ടും. ജസ്റ്റ് വെറുതെ എന്തിനാ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കടയിൽ നിന്നും പിന്നെ ചുമ്മാ ഓൺലൈനായിട്ടൊക്കെ മേടിച്ച് പൈസ കളയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. വെറുതെ കളയുന്ന കാർഡ്ബോർഡാണ്, അതിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ എവിടെയെങ്കിലും കൂട്ടിയിട്ടിരിക്കുന്ന കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വലിയ സമയമൊന്നുമില്ല, ഏതാണ്ട് 10 മിനിറ്റ്. അത് കട്ട് ചെയ്യുന്ന സമയം ഈ ഒരു പേപ്പർ റോൾ ചെയ്യുന്ന സമയം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ, ഞാൻ കൂടുതലും സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ 2 ലീഫും ഒരു ഫ്രെയിമും ഞാൻ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മെറ്റാലിക് കളറ് ഈ ഒരു ലീഫിന് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമരെ തൂക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.